മുംബൈയിൽ കൈക്കൂലി പണം നശിപ്പിക്കാനായി ഉദ്യോഗസ്ഥൻ ടോയ്ലറ്റിൽ പണമിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. എന്നാൽ അഴിമതി വിരുദ്ധ ബ്യൂറോ ഇത് കണ്ടെത്തി. സെപ്റ്റിക് ടാങ്ക് തുറന്ന് നടത്തിയ പരിശോധനയിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, പുതിയ പുതിയ പരീക്ഷണങ്ങളാണല്ലോ നമ്മുടെ ബുദ്ധിമാന്മാർ പരീക്ഷിക്കുന്നത്. പറയൂ. കഴിഞ്ഞ ദിവസം മുംബൈയിലെ ബോർവെലിൽ നടന്ന സംഭവമാണ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഫയർ ഓഫീസറുടെ NOC ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഈ ഓഫീസറെ പരാതിക്കാരൻ സമീപിക്കുന്നത്. എന്നാൽ 1,30,000 രൂപ കൈക്കൂലി വേണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. അത് പിന്നീട് പലതരത്തിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഏതാണ്ട് 60,000 രൂപയിലേക്ക് എത്തി. പിന്നീടാണ് അഴിമതി വിരുദ്ധ ബ്യൂറോയെ ഈ കാര്യം പരാതിക്കാരൻ അറിയിക്കുന്നത്. അങ്ങനെ ഫിനോപ്തലിൻ പുരട്ടിയ നോട്ടുകൾ ഈ പരാതിക്കാരന് അഴിമതി വിരുദ്ധ ബ്യൂറോ നൽകി. ഈ പണം ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകി. എന്നാൽ പിന്നീട് ഇയാൾക്ക് സംശയങ്ങൾ തോന്നി, ഒരു അപകടം ഇയാൾക്ക് മണത്തു. ഉടനെയാണ് വീടിനകത്തേക്ക് പോവുകയും ശുചിമുറിയിലെത്തി ടോയ്ലറ്റിനകത്ത് ഈ പണം ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്തത്. പക്ഷേ ഈ പണം തിരികെ കിട്ടുക ഈ കേസിൽ നിർണായകമായിരുന്നു. അതുകൊണ്ട് പിന്നീട് സെപ്റ്റിക് ടാങ്ക് തുറന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് കണ്ടെടുക്കേണ്ടി വന്നു. 3,000 രൂപ കുറവുണ്ട്. 57,000 രൂപ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രഹ്ലാദ് ഷിത്തോളെ എന്നതാണ് ഈ ഉദ്യോഗസ്ഥന്റെ പേര്. ഇയാളെ ആന്റി കറപ്ഷൻ ബ്യൂറോ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും ചേർന്നത്.